കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ എക്സാമിന്. പഠിച്ചായിരുന്നോ? പഠിച്ചു തുടങ്ങിയായിരുന്നു? ഓക്കെ, ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മുൻവർഷ ചോദ്യ പേപ്പർ പരിശീലനമാണ് കേട്ടോ. മാത്സ് ആണ്, ഗണിതമാണ്. എല്ലാവരും നോട്ട്ബുക്കും പെന്നും കയ്യിൽ കരുതണം. ഓക്കെ, യെസ്. 2022-2023 ആ ഇയറിൽ ചോദിച്ച മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മോഡൽ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ അതേ മാതൃകയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ എഴുതാനായിട്ട് കഴിയും. ഓക്കെ, മലയാളം മീഡിയം കുട്ടികൾക്കായിട്ടും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കായിട്ടും ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ? റെഡിയാണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബലൂൺ റേസ്. ബലൂൺ റേസ് ആണ് രണ്ടാമത്തെ പ്രവർത്തനം. നോക്കി, ഈ ഓരോ ബലൂണിനകത്തും എന്തോ എഴുതിയിട്ടില്ലേ? 6000 6000, 8 ones 8 1, 9000 9000. കണ്ടോ, ഇങ്ങനെ അകത്ത് എഴുതിയിരിക്കുവാണ്. മലയാളം മീഡിയം കുട്ടികൾക്ക് 1000 എന്നാണ്, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് 1000 എന്നാണ്. ഓക്കെ, 6000 എന്ന് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ മനസ്സിലാക്കുക, 6000 എന്ന് മലയാളം മീഡിയം കുട്ടികൾ മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. ലുക്ക് അറ്റ് ദ പോയിന്റ്സ് സ്കോർഡ് ബൈ ദ ചിൽഡ്രൻ ഇൻ ദ ബലൂൺ റേസ്. ബലൂൺ റേസിൽ 3 കുട്ടികൾക്ക് കിട്ടിയ പോയിന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആദിൽ എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയ പോയിന്റ്, ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയ പോയിന്റ്, ആദിത്യ എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയ പോയിന്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ബലൂണുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ കളർ ദ ബലൂൺസ് ആസ് ഗിവൺ ഇൻ ദ ടേബിൾ. അപ്പോൾ ഈ കളർ ഇവിടെ നൽകിയിട്ടുണ്ടല്ലേ. ആദിലിൻ്റെ ബലൂൺസ് യെല്ലോ കളറാണ്, ജാസ്മിൻ്റെ ബലൂണ് റോസ് കളർ നൽകണം, ആദിത്യയുടെ ബലൂണിന് ബ്ലൂ കളർ നൽകണമെന്നാണ്. അതെങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. ഈ ബലൂൺ നിങ്ങൾ കണ്ടുവല്ലോ, കണ്ടില്ലേ? ഓക്കെ, ആദിലിന് എത്ര പോയിന്റാണ് കിട്ടിയത്? 3000. അപ്പോൾ 3000 എന്ന് പറയുമ്പോൾ 3000, 3000. അപ്പോൾ 3000 എവിടെയാ? ദാ ഇവിടെയുണ്ട്. 3000ന് കളർ നൽകുക. 400 400
3400, അപ്പോൾ 400 400. അതിനും കളർ കൊടുത്തു. ഏത് കളറാണ് നൽകേണ്ടത്? യെല്ലോ കളർ. 70 70, അപ്പോൾ 7 പത്തുകൾ. 3000 3000 ആണ്, 3000 ആണ്. 400 ആണ്. 7 10 ആണ്. 7 10s 2 1s. ഓക്കെ, അപ്പോൾ അതിന് കറക്റ്റായിട്ട് കളർ ചെയ്തു. 3472 3472. ഓക്കെ, അതിന് ഒരേ കളർ നൽകി. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? അങ്ങനെയാണ് എങ്കിൽ ജാസ്മിന് കിട്ടിയ പോയിന്റ് എത്രയാണെന്ന് കണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ ബലൂണിനായിരിക്കാം റോസ് കളർ നൽകേണ്ടത്? റോസ് കളർ നൽകേണ്ടത് ഈ ബലൂൺ റേസിൽ ജാസ്മിന് കിട്ടിയ ബലൂൺസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ജാസ്മിന് കിട്ടിയ ബലൂൺസ് ഇതിൽ ഏതൊക്കെയാണ്? അത് കൂട്ടിയപ്പോൾ 4508 കിട്ടി. അപ്പോൾ ഏതൊക്കെയായിരുന്നിരിക്കാം? 4000 4000, 500 500. 10ന്റെ സ്ഥാനത്തുണ്ടോ? 508 ആണ്. അപ്പോൾ അവിടെ 10ന്റെ സ്ഥലത്ത് ഒന്നുമില്ല. 8 അവിടെ 10ന്റെ സ്ഥലത്ത് 0 വരും. അപ്പോൾ ബലൂൺ ഇല്ല, ബലൂൺ കിട്ടിയില്ല. 10ന്റെ ഒരു ബലൂണും കിട്ടിയിട്ടില്ല. 8 ഒന്നുകൾ. ഓക്കെ, 8 ones. അപ്പോൾ 4508 4508 4508 4508. ലാസ്റ്റ് വൺ, ആദിത്യയുടെ ബലൂൺ ഏതൊക്കെയായിരിക്കും എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ടീച്ചർ പറയുന്നില്ല. ആദിത്യയുടെ ബലൂൺ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ കണ്ടെത്തി കളർ ചെയ്യുക. ബ്ലൂ കളറാണ്. കളർ ഇപ്പോൾ നിങ്ങൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ നൽകുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുക ആദിത്യയുടെ ബലൂൺ ഇതിൽ ഏതൊക്കെയാണ്. ആദിത്യക്ക് കിട്ടിയ ബലൂൺ ഏതൊക്കെയാണ്? ആദിത്യയുടെ പോയിന്റ് ശ്രദ്ധിച്ചു നോക്കുക. 6005 6005. അപ്പോൾ ഏതൊക്കെ ബലൂൺ ആയിരിക്കും ആദിത്യക്ക് കിട്ടിയിട്ടുണ്ടാവുക? അതിന് ബ്ലൂ കളറാണ് നൽകേണ്ടത്. ഏതൊക്കെയായിരിക്കും? 6000 6000. 100 ഉണ്ടോ? ഇല്ല. 10 ഉണ്ടോ? ഇല്ല. 00. 5 ones. 6005 6005. 5 ഒന്നുകൾ, അപ്പോൾ 5. 6005. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അറിയാലോ. എത്ര ആയിരം ഉണ്ടെന്ന് നോക്കണേ. ഒന്നുകൾ, പത്തുകൾ, നൂറുകൾ, 1000. അത് നിങ്ങൾ ഓർമ്മിക്കുക. 1s 10s 100s 1000. ഏറ്റവും ലാസ്റ്റ് കാണുന്നത് 1s ആണ്. തൊട്ട് പുറകിൽ 10s, അതിന് പുറകിൽ 100s, അതിന് പുറകിൽ 1000. ഓക്കെ, അപ്പോൾ 3472. അപ്പോൾ 3472. മനസ്സിലായല്ലോ? 400 എന്താ? 4508. 6005 6005. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമല്ലോ? ചെയ്യും. അടുത്ത ബി പാർട്ട് ക്വസ്റ്റ്യൻ. വലിയ ഒരു 4 അക്ക സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടി ദിയ 1000 100 10 1 എന്നീ ബലൂണുകൾ ഓരോന്ന് വീതം എടുത്തു. ഒരു വലിയ 4 അക്ക സംഖ്യ ഉണ്ടാക്കണം. അതിനുവേണ്ടി 1000-ൽ നിന്ന് ഒരു ബലൂൺ എടുത്തു, 100-ന്റെ ഒരു ബലൂൺ എടുത്തു, 10-ൽ നിന്നും ഒരു ബലൂൺ എടുത്തു, 1-ൽ നിന്നും ഒരു ബലൂൺ എടുത്തു. 1000-ൽ നിന്ന് 1000-ൽ ഇവിടെ 6000 ഉണ്ട്, 4000 ഉണ്ട്, 9000 ഉണ്ട്, 1000 3000. ഓക്കെ, 3000 ഉണ്ട്, 1000 ഉണ്ട്, 4000 ഉണ്ട്, 9000 ഉണ്ട്, 6000 ഉണ്ട്. ഇതിൽ നിന്ന് ഒരു ബലൂൺ ദിയ എടുത്തു. 100-ൽ നിന്ന് ഒരു ബലൂൺ എടുത്തു. 500s ഉണ്ട്, 5 100 ഉണ്ട്, 400s 400 ഉണ്ട്. അതിൽ നിന്ന് ഒരു ബലൂൺ എടുത്തു. 10-ന്റെ ബലൂണിൽ നിന്ന് ഒന്നെടുത്തു. 10-ന്റേത് 7 10s ആണുള്ളത്, അപ്പോൾ അതെടുത്തു. 1-ന്റെ ബലൂണിൽ നിന്ന് ഒന്നെടുത്തു. 8 1s-ന്റെ ഒന്നുണ്ട്,
5 വൺസിൻ്റെ ഉണ്ട്, 2 വൺസിൻ്റെ ഉണ്ട്. ഇതിൽ നിന്ന് ഓരോ ബലൂൺ വീതം ദിയ എടുത്തു. എന്നാൽ ദിയ എടുത്തതിനൊരു പ്രത്യേകതയുണ്ട്. വലിയ ഒരു നാലക്ക സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദിയ ബലൂൺ എടുത്തത്. വലിയ ഒരു നാലക്ക സംഖ്യ എങ്കിൽ ദിയ ഉണ്ടാക്കിയ സംഖ്യ എഴുതുക. ദിയ took one balloon each from thousands, hundreds, tens and ones and made the biggest 4-digit number. ദിയ ഇതിൽ നിന്നെല്ലാം ഓരോ ബലൂൺ എടുത്തു. എന്തിനു വേണ്ടിയിട്ടാ? ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ 4-digit നമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നാലക്ക സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ദിയ എടുക്കേണ്ടത് എന്താ? ഏറ്റവും വലിയ ബലൂൺ എടുക്കണം അല്ലേ? ഏറ്റവും വലിയ സംഖ്യയുള്ള ബലൂൺ എടുക്കണം. 1000 ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 9000. 9000 ആണ് ഏറ്റവും വലുത്. ഇനി 100 ഏറ്റവും വലുത് ഏതാ? 4 ആണോ 5 ആണോ? 5 ആണ്. ഇനി 10 ഒന്നേ ഉള്ളൂ, 7 times. ഇനി 1, 8 ഒന്നുണ്ട്, 5 1 ഉണ്ട്, 2 1 ഉണ്ട്. ഇതിൽ വലുത് ഏതാ? 8 ones, 8 ഒന്നുകൾ. ഇനി ആ നമ്പർ ഏതാണെന്ന് എഴുതിയേ? 9578. 9578. 9578. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും ഉണ്ടാക്കിയത് എന്ന് കണ്ടെത്തി എഴുതാനും ചോദിക്കും. ഏറ്റവും ചെറിയ സംഖ്യ, നാലക്ക സംഖ്യ, ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഇതിൽ നിന്ന് എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയാലോ. ഏറ്റവും ചെറിയ 1000 നിന്ന് ഒന്ന് എടുക്കുക, 1000. ഓക്കെ, അങ്ങനെ എടുക്കുക. ഒന്ന് മനസ്സിലായിരുന്നോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ അറിയാലോ. യെസ്. അപ്പോൾ ഇതിൽ ടീച്ചറാണോ ജയിച്ചത്, നിങ്ങളാണോ ജയിച്ചിട്ടുള്ളത്? നിങ്ങൾ ജയിച്ചായിരുന്നോ? യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അറിയാത്ത കുട്ടികൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനൊരു ചോദ്യം വന്നാൽ എങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായല്ലോ. മനസ്സിലായി. സി ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് 4-digit നമ്പർ? ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാ? നാലക്ക സംഖ്യ ഉണ്ടാകണമെങ്കിൽ നാലക്ക സംഖ്യയുടെ ആദ്യത്തെ ഒരു ഡിജിറ്റ് വേണം. അത് ഏറ്റവും ചെറുത് ഏതാ? 1 ആണ്. അപ്പോൾ ഏതായിരിക്കും? 1000. 1000 ഏതാ? 1000. ബാക്കിയെല്ലാം 0 ആക്കി കൊടുക്കുക. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എഴുതണമെങ്കിൽ, ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് 4-digit നമ്പർ എഴുതണമെങ്കിൽ ആദ്യം 1 എഴുതുക, ബാക്കി 3 0 ഇട്ട് കൊടുക്കുക. ഏറ്റവും ചെറിയ 3-digit നമ്പർ, 3-digit നമ്പർ എഴുതണമെങ്കിൽ ആദ്യം 1 ഇട്ട് കൊടുക്കുക, ബാക്കി 2 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സ്മോളസ്റ്റ് 4-digit നമ്പർ 1000. 1000 ആണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ നമ്പർ. ഇനി ഏറ്റവും വലുതാണെങ്കിൽ ഏത് എഴുതാം? എല്ലാം 9 എഴുതുക, 4 9 എഴുതുക. ഏറ്റവും വലിയ 4-digit നമ്പർ 9999. ഓക്കെ, 9999. സംശയമില്ലല്ലോ? ഇല്ല. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്,
സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്. LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.